സുന്നത്തുമായി ഒരേ സംഭവം. എവിടെ തെളിയിക്കണം? നിങ്ങൾ ഹുക്കുമ് ഞങ്ങൾ പഠിപ്പിച്ചു തരാൻ നിങ്ങളിനി വെറുതെ വിടൂല. ഇതിന്റെ വിഷയങ്ങളിൽ കുറെ സമയം തുടങ്ങിയിട്ട് മൗലവി അതുകൊണ്ട് ഇനി പോയത്തം പറയരുത്. ഒരു സംഭവം മുബാവും സുന്നത്താവില്ല, അത് ഹുക്കുമല്ല. കാന്തപുരം ഉസ്താദ് പറഞ്ഞു ഒക്കെ ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഹുക്കുമ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിവുണ്ടോ? അത് ഹുക്കുമ തന്നെയാണോ? അത് നിങ്ങൾ പറയണം. അത് ഹുക്കുമാണ് എന്ന ഭാഗത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവോ? കഴിയില്ല. ഇനി ജിന്നിനെ സഹായത്തിന് വിളിച്ചാലും കഴിയില്ല. നിങ്ങൾക്ക് ഇപ്പൊ ധാർമ്മികളെ വിളിച്ച് നിങ്ങൾ സാക്ഷാൽ ജിന്നിനെ വിളിച്ചാലും കഴിയില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ വാദം കൃത്യമായി തുടക്കം മുതലോട് പറഞ്ഞു. അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാഅത്ത് ജുമുഅകളിൽ പള്ളിയിലായിരുന്നാലും അല്ലാതിരുന്നാലും സ്ത്രീകൾ പങ്കെടുക്കൽ അനുവദനീയവും പുണ്യകർമ്മവുമാണ്. മുജാഹിദുകളുടെ വാദം എപ്പോൾ എഴുതിയതായത് 1974 എഴുതിയത്. പക്ഷേ നിങ്ങളുടെ പൂർവികന്മാർ കാന്തപുരം പുസ്തകത്തിൽ എഴുതിയ നിഷിദ്ധമാണ് എന്നത്. അതേപോലെ തന്നെ ഇവിടെ EKS മുസ്ലിം അടക്കമുള്ള ആളുകൾ ഹറാമാണ് എന്ന് എഴുതിയത്. പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലല്ലോ സഹോദരന്മാരെ. സങ്കടമുണ്ട് നിങ്ങൾക്ക് സംഭവിച്ച ഈ അധപതനത്തിൽ. എന്തിനാ നിങ്ങൾ ആളുകളോട് ഹറാമാണെന്ന് പ്രസംഗിക്കാൻ പോയത്? ഇനി ഞങ്ങൾ എഴുതിയത് ശരിയല്ല എന്നാണ്. ഞങ്ങൾ എഴുതിയത് ശരിയാണ് എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ EKS മുസ്ലിയാർ മോശക്കാരനല്ല, അതേപോലെ AP മുഹമ്മദ് മുസ്ലിയാർ മോശക്കാരനല്ല, P മുഹമ്മദ് മുസ്ലിയാർ മോശക്കാരനല്ല. അവരൊക്കെ അംഗീകരിച്ചു ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ എഴുതിയത് ശരിയല്ല, അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല, അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ഈ വാദം അംഗീകരിക്കാതിരിക്കുകയല്ല ചെയ്തത്. അവരംഗീകരിച്ചു. ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ നേതാക്കന്മാർ അംഗീകരിച്ച ഞങ്ങളുടെ വാദം ശരിയാണ് എന്നവർ അംഗീകരിച്ചു എന്നല്ല. ഞങ്ങളുടെ ഈ വാദം അതൊരു വാദമാണ് എന്ന് നിങ്ങളുടെ നേതാക്കന്മാർ അംഗീകരിച്ചു. അതേപോലെ ഞങ്ങളുടെ നേതാക്കന്മാരെഴുതിയ ഹറാമാണ് എന്ന വാദമാണ് എന്ന് അംഗീകരിച്ചു. അതേപോലെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് ആവർത്തിച്ച് ചോദിച്ചത്. ധൈര്യമില്ല. നിങ്ങൾ പറഞ്ഞു ഫിത്നയുണ്ടാകുമ്പോഴാണ്. അല്ല, പർദ്ദയുടെ വിധികൾ വന്നതിന് ശേഷം എന്നാ പറഞ്ഞത്. അപ്പൊ ഇക്കാലത്തല്ല പർദ്ദയുടെ ഇപ്പോ രണ്ടു കൂട്ടരും വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകണം. നമുക്ക് കാര്യം ചെയ്യാം. ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് സംവാദം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള പ്രാദേശികരായ മുജാഹിദുകൾക്കും സുന്നികൾക്കും സംവാദം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിൽ മുജാഹിദുകൾ പറഞ്ഞ സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പോകുന്നത് അനുവദനീയവും പുണ്യകർമ്മവുമാണെന്നുള്ള വിഷയത്തിൽ മുജാഹിദുകൾക്ക് തർക്കമില്ല. അത് പുണ്യകർമ്മമല്ല, മാത്രമല്ല അത് തടയപ്പെടേണ്ടതാണ്. ഇതാണ് നമ്മുടെ വാദം. സുന്നികൾ അതിൽ നമുക്കും തർക്കമില്ല. ഇത് രണ്ടും എതിരാണെന്ന വിഷയത്തിൽ കേൾക്കുന്നവർക്കും തർക്കമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സംവാദം നടത്തിയാൽ പിന്നെ നമുക്കത് ഹറാമാണോ മറ്റുള്ള കാര്യങ്ങൾ, അതുപോലെ ഇത് മുബാഹാണ്, ജായിസും മുബാഹും കൂടി ഒന്നിച്ചാകാൻ പറ്റുമോ തുടങ്ങിയ ചർച്ചകളൊക്കെ ഉണ്ടല്ലോ. അനുവദനീയവും അതുപോലെ സുന്നത്തുമാകുക എന്നുള്ളത്, മുബാഹ് സുന്നത്ത് അതുപോലുള്ള ചർച്ചകൾ അത് സംവാദത്തിൽ നമുക്ക് നടത്താമെന്ന് അവർ പറഞ്ഞു. ഇത് സംവാദത്തിൽ നടത്താമെന്ന് നമ്മളും പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പൊ വിഷയം ഈ രണ്ട് രൂപത്തിൽ എഴുതുന്നവർക്ക് മുജാഹിദുകൾക്ക് എന്താണ് കുഴപ്പമുള്ളത്? അതായത് അത് യാതൊരു പുണ്യവുമില്ല, മാത്രമല്ല തടയപ്പെടേണ്ടതാണ്. ഇതാണ് ഷാഫി ഇമാം പഠിപ്പിച്ചത് എന്ന് ഞങ്ങൾ പറയുന്നു. അല്ല, ഷാഫി ഇമാം പഠിപ്പിച്ചത് പുണ്യകർമ്മമാണെന്ന് നിങ്ങളും പറയുന്നു. അത് നമുക്ക് സംവാദത്തിന് വ്യവസ്ഥയാക്കി ചെയ്ത് ബാക്കിയുള്ള വിഷയങ്ങൾ അവിടെ നമുക്ക് സംവാദത്തിൽ ചർച്ച ചെയ്യാം എന്ന ഒരു ഒരു രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും തീർക്കണമല്ലോ. അല്ല വെറുതെ അങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പൊ സംവാദം നടക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പറയുന്നത്. ഇങ്ങനെ ഒരു വ്യവസ്ഥ വാദം എഴുതാൻ ഇവിടെ തയ്യാറുണ്ടോ ഇല്ലേ? അത് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്കിപ്പോ എഴുതാം. അല്ലെങ്കിൽ വെറുതെ നീട്ടിക്കൊണ്ടിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സംവാദം നടക്കണം. പുണ്യകരമാണ് എന്ന് നിങ്ങളും പുണ്യകരമല്ല എന്ന് നമ്മളും എന്നാണ് ഷാഫി ഇമാമിന്റെ പക്ഷം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഈ വിഷയവുമായി ഇക്കാര്യം മുന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു തീരുമാനത്തിലെത്തും. സംവാദം നടക്കട്ടെ. ഷാഫി ഇമാമ് ഈ വിഷയമായി എന്ത് പറഞ്ഞു എന്നുള്ളത് ലോകമറിയട്ടെ. ഇതിന് എന്താ നിങ്ങൾക്ക് ഇതൊരു പേടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ പുണ്യകരമാണ് എന്ന് ഷാഫി ഇമാമിന്റെ കിതാബ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പരതിക്കോട്ടെ. ഒരുപാട് സമയം എടുക്കും പറയാം. ഇല്ലാത്ത കാണൂലല്ലോ. മുപ്പരുന്ന പരതട്ടേതായാലും. കാരണം ഈ പറയുന്നതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുപ്പര് കണ്ടുപിടിച്ചൊരു വഴിയാണ്. ബട്ട് ഞങ്ങളുടെ കത്തിൽ തന്നെ എഴുതി നിങ്ങളുടെ വാദം സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തിൽ പള്ളിയിൽ പങ്കെടുക്കൽ ഹറാമാണെന്നാണ്.
പള്ളികളിൽ പങ്കെടുക്കൽ ഹറാമാണെന്നാണ് നിങ്ങളുടെ വാദം എന്ന് ഞങ്ങൾ ഞങ്ങളുടെ കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ മറുപടി നിങ്ങൾ എന്താ എഴുതണ്ട്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമൊന്നുമില്ല എന്ന് നിങ്ങൾ എഴുതണ്ടേ? നിങ്ങളെ വാദം നിങ്ങൾ അംഗീകരിച്ചു, നിങ്ങൾ തള്ളിയില്ല. പക്ഷെ ഇവിടെ ഇത് തെളിയിക്കാനാണ്, ഇത് ഷാഫിഈ മദ്ഹബിന്റെ ഇമാം ഷാഫിഈയുടെ കിതാബ് കൊണ്ട് തെളിയിക്കാനാണ് ഞങ്ങൾ വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളിയാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ തെളിയിക്കും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാദം ഇല്ലെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു, ഇവിടെ വന്നിട്ടല്ല പറയേണ്ടത്. ഇതാ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല, ഹറാമാണ് എന്ന വാദം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കത്തിൽ ഞങ്ങൾ നിങ്ങളുടെ വാദം എഴുതി, അതിന് മറുപടിയായി നിങ്ങൾ എഴുതിയിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇത് തെളിയിക്കാനാണ്. ഇത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഇതാ നാട്ടുകാരോട് മുഴുവൻ നിങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ വെറുതെ ഉണ്ടാക്കിയതല്ല. നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ എഴുതി, അങ്ങനെ ഞങ്ങളുടെ കത്തിൽ എഴുതി നിങ്ങളുടെ വാദം ഇതാണ്. അത് തെളിയിക്കാൻ നിങ്ങളെ വെല്ലുവിളിച്ചു. അതിനാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഞങ്ങൾ തെളിയിക്കും. സ്ത്രീകൾക്ക് ജമാഅത്തുകളിൽ പങ്കെടുക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്. പർദ്ദയുടെ വിധി വന്നതിന് ശേഷമായാലും നിങ്ങൾ എപ്പോ പറഞ്ഞാലും അത് ഹറാമാണ് എന്ന് നിങ്ങളുടെ വാദത്തിന് ഇമാം ഷാഫിയുടെ കിതാബുകളിൽ നിന്ന് ഒരു വരി പോലും നിങ്ങൾക്ക് തെളിവ് ധരിക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കാൻ കഴിയും എന്ന ആണത്തത്തോടെ, ആർജവത്തോടെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ പിന്മാറി, നിങ്ങൾ പുറകോട്ട് പോയി. നിങ്ങളുടെ നേതാക്കന്മാരെഴുതിയ ഹറാമെഴുതാൻ നിങ്ങൾ റെഡിയല്ല അല്ലേ? നിങ്ങളുടെ നേതാക്കന്മാരെഴുതിയ നിഷിദ്ധമാണ് എന്ന് എഴുതാൻ നിങ്ങൾക്ക് ധൈര്യമില്ല അല്ലേ? എല്ലാവിധം വെറും ഹറാമ് മാത്രമല്ല, എല്ലാവിധമാണ് ഞങ്ങൾ എഴുതിയിട്ടുള്ളത്. എല്ലാം പെടാവുന്ന എല്ലാ രൂപങ്ങളും പെടാവുന്ന. അതിന്റെ മുമ്പായിട്ട് നേരത്തെ നിങ്ങളൊരു വിധി പറഞ്ഞ് അതിനെക്കുറിച്ച് ഒരു തീരുമാനം പറയണം. അനുവദനീയം എന്ന് പറഞ്ഞാൽ മുബാഹ് എന്നാണ് അർത്ഥമെന്നും, വിടാൻ പറ്റില്ലോ, മുബാഹ് എന്നാണ് അർത്ഥമെന്നും. ഒരു കാര്യം മുബാഹും സുന്നത്തും കൂടി എങ്ങനെ ഒരുമിച്ച് വരുമെന്നൊരു ചോദ്യം ഞങ്ങൾ ചോദിച്ചിരുന്നു. അത് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. ഒന്നുകിൽ പിൻവലിക്കുക. അത് നിങ്ങൾ പറഞ്ഞാണ്, ഇവിടെ പറഞ്ഞാണ് മുബാഹാണ് എന്നാണ് അനുവദനീയം എന്നതിന്റെ അർത്ഥം എന്ന് നിങ്ങൾ ഇവിടെ സമ്മതിച്ചതാണ്. ഹനീഫ മൗലവിയുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുബാഹാണെങ്കിൽ മുബാഹും സുന്നത്തും കൂടി അങ്ങനെ ഒരു സാധനം ആകുക എന്നുള്ളത് ഞങ്ങൾ മാന്യമായൊരു ചോദ്യം, വളരെ ലളിതമായൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനെക്കുറിച്ച് പരാമർശിക്കണില്ല. ഒന്നുകിൽ അത് പിൻവലിക്കുക. ഞങ്ങൾ അനുവദനീയം എന്ന് പറഞ്ഞാൽ കേവലം ജവാസ് എന്ന അർത്ഥത്തിനാണ്. മുബാഹ് എന്നൊരു ശർഈയായ ഹുക്മ് എന്ന അർത്ഥത്തിനല്ല, ഹുക്മായിട്ടല്ല എന്നുള്ളത് പരസ്യമായിട്ട് പിൻവലിക്കുക. ഞങ്ങൾ പറഞ്ഞ തെറ്റാണ്, ഞങ്ങൾ അറിയാതെ, ഞങ്ങൾ പഠിച്ചാതെ ജമ്മു അതാതെ അല്ലെങ്കിൽ ഉസൂല് പഠിക്കാതെ വന്നതാണ്, ശർഈയായ അഹ്കാമുകൾ അറിയാതെ വന്നതാണ്. ഞങ്ങൾ വെറുതെ കുറെ ആളുകൾ ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഹനീഫ മൗലവിക്ക് ഏതായാലും അറിയിലുണ്ടാവില്ല. കാരണം എന്താ, അതേ സമയത്ത് കിതാബ് ഓതി എന്നും പറഞ്ഞുകൊണ്ട് വന്ന കുറെ 2-3 ആളുകളൊക്കെ കൂടി ഇരുത്തിയിട്ടുണ്ടല്ലോ. അവരെങ്കിലും ചുരുങ്ങിയ പക്ഷം ഈ വിഷയം നിങ്ങൾക്ക് വിവരിച്ചു തരേണ്ടായിരുന്നു. മുബാഹ് എന്നതാണ് ഞങ്ങൾ പറഞ്ഞ അനുവദനീയത്തിന്റെ അർത്ഥമെന്നും അതോടൊപ്പം മുബാഹുമാണ്, പുണ്യകർമ്മമാണ് എന്ന ഒരു വാദം ലോകത്ത് ഇന്നവരെ, നേരത്തെ റഫീഖ് ഹസനി പറഞ്ഞു, ഈ ഭൂമിയിൽ ഇന്നവരെ കേൾക്കാത്തൊരു വാദമാണ് എന്ന്. അതും ഒരു ഘട്ടം. ഒന്നുകിൽ അത് അങ്ങനെ ഒരു വാദം നിയമമുണ്ട്, ഒരു ശർഈയായ ഹുക്കുമുണ്ട്, മുബാഹ് സുന്നത്തും കൂടി ഒരു ഹുക്കുമുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കുക. അതല്ല എങ്കിൽ മുബാഹ് എന്ന് ഞങ്ങൾ പറഞ്ഞത് അത് ഹുക്കുമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് അബദ്ധമായിപ്പോയി, അത് ഞങ്ങൾ ഇതാ പിൻവലിക്കുന്നു, ഇതിന്റെ മുമ്പാകെ എല്ലാവർക്കും മുമ്പാകെ പിൻവലിക്കുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു മാന്യതെങ്കിലും കാട്ടണം. അതല്ലാതെ വെറുതെ നിങ്ങൾ മുബാഹ് സുന്നത്തും കൂടി എന്നിട്ട് അതിനൊരു എതിർവാദം ഞങ്ങൾ ചെയ്ത്, നിങ്ങൾ പുതിയ വിധി, ലോകത്തിനെ കേൾക്കാത്തൊരു വിധി ഉണ്ടാകുക, അതിനൊരു എതിർവാദം ഞങ്ങൾ ചെയ്ത്, ഒരു കേൾക്കുന്ന ഒരു അനുവദനീയമാണ്, അനുവദനീയവും. ആ ചോദ്യം നേരത്തെ ചോദിക്കുകയും അതിനുള്ള മറുപടി അപ്പൊ തന്നെ പറയുകയും ചെയ്താണ്. ഞാൻ വളരെ നേരത്തെ തന്നെ, നിങ്ങൾ ആ ചോദ്യം ആദ്യമായിട്ട് ചോദിക്കുന്നതല്ല, നേരത്തെ നിങ്ങൾ ചോദിച്ചു, അപ്പോൾ തന്നെ ഞാൻ മറുപടിയും പറഞ്ഞതാണ്. മാത്രമല്ല അതിന് നൌഷാദ് സഖാഫി പറഞ്ഞ ഒരു വാചകം ഞാനിവിടെ ഉദ്ധരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിവിടെ അനുവദനീയമാണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ പുണ്യകരമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ അനുവദനീയവും പുണ്യകർമ്മവുമാണ് എന്ന് പറഞ്ഞത് അവിടെ, ഇത് ഞങ്ങളുടെ വാദം, ആ വാദം ഞങ്ങൾ അവിടെ തെളിയിക്കും. ഇത് ഞങ്ങളുടെ വാദം തന്നെ തെറ്റാണോ? ഞങ്ങളുടെ വാദം തന്നെ തെറ്റാണെങ്കിൽ അതവിടെ തെളിയിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. എന്ത് നിങ്ങൾക്കതിന് ധൈര്യമില്ലാത്തത്? നിങ്ങൾ പറഞ്ഞത് ഹറാമാണ് എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കത്തിൽ, ISM എഴുതിയ കത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങളുടെ വാദം സ്ത്രീകൾക്ക് ജമാഅത്തുകളിൽ പള്ളിയിൽ പങ്കെടുക്കൽ ഹറാമാണെന്നാണ്. ഞങ്ങൾ പറയുന്നു അനുവദനീയമാണ്. അത് ഇമാം ഷാഫിഈയുടെ
കിതാബ് കൊണ്ട് സമർത്ഥിക്കാൻ മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ ശാഫികളായി അറിയപ്പെടുന്ന നിങ്ങൾക്ക് ശാഫി ഇമാമിന്റെ ഗ്രന്ഥം തെളിവായി സ്വീകരിച്ച് നിങ്ങളുടെ വാദം ശരിയാണെന്ന് സമർത്ഥിക്കാൻ സാധ്യമാണോ? ഞങ്ങളുടെ വാദം ശാഫിയുടെ ഗ്രന്ഥം തെളിവായി സ്വീകരിച്ച് ശരിയാണെന്ന് ഞങ്ങൾ സമർത്ഥിക്കും എന്ന് ഞങ്ങളുടെ കത്തിലെഴുതിയ അതേ കാര്യമാണ് ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ എഴുതി അത് അനുവദനീയമാണ്, പുണ്യകർമ്മമാണ്. ഞങ്ങൾ എഴുതിയത് മാത്രമല്ല, അത് ഞങ്ങളുടെ വാദമായി നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ കാന്തപുരവും എഴുതി. ഇതാണ് മുജാഹിദുകളുടെ വാദം. ആ വാദമാണ് ഞങ്ങൾക്ക് തെളിയിക്കേണ്ട ബാധ്യത. അത് ഞങ്ങൾ ഇമാം ഷാഫിയുടെ ഗ്രന്ഥം കൊണ്ട് തെളിയിക്കും. നിങ്ങളുടെ വാദമായി കാന്തപുരം എഴുതിയ, ഇ.കെ. മുസ്ലിയാർ എഴുതിയ, മറ്റൊരുപാട് ആളുകൾ എഴുതിയ ഹറാം വാദം തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ആളുകൾ കാത്തിരിക്കുന്നത്. ആളുകൾ കാത്തിരിക്കുന്നതല്ലേ? ശരി ശരി, ഇതിനാണ് ഞങ്ങൾ ബുക്ക് വാങ്ങിയത് കേട്ടോ. എന്താ അയാൾ പറഞ്ഞറിയോ? എല്ലാ കാലത്തും ഹറാമാണെന്നാണ് കാന്തപുരത്തിന്റെ വാദമാണെന്നല്ലേ മൗലവി പച്ച കള്ളം നിങ്ങൾ എല്ലാ സ്ഥലത്തും കാട്ടിലെടുത്ത് എന്താ പറഞ്ഞവരോ? നിരുപാധികം ഹറാമാണെന്ന വാദം ഞങ്ങൾക്കില്ല, അത് ഞങ്ങളുടെ പേരിലുള്ള ആരോപണമാണ്, കാന്തപുരമാണ് പറയുന്നത്. പോരാ പോരാ, ഇതിന്റെ 40-ാമത്തെ പേജിൽ പറയുന്നു ഇക്കാലത്ത് അനുവദനീയമല്ലെന്നാണ് ഞങ്ങളെ വാദം, ഇക്കാലത്ത് അനുവദനീയമല്ലെന്നാണ് ഞങ്ങളെ വാദം കേട്ടോ. കാന്തപുരത്തിന്റെ ബുക്ക് കത്ത് വായിച്ചില്ലേ? ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങളുടെ ഇതാ ബുക്ക് വാങ്ങിയത്. കള്ളത്തരം നിങ്ങൾ വായിക്കും, അതുകൊണ്ടല്ലേ നിങ്ങൾ വഹാബിയായത്. പിടിച്ചു വെച്ചോ, ഇത് കണ്ടോ, ശരിക്ക് വായിച്ചു വെച്ചോ. ഞാൻ വായിച്ചു തരാ, കേട്ടോ, കൃത്യമായി വായിച്ചു തരാ. അതാണ് നിരുപാധികമായി സ്ത്രീകൾക്ക് ജമാഅത്ത് ഹറാമാക്കിയെന്ന് ഞങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നവരുണ്ട്. അതാണ് കായക്കൊടി. എന്നിട്ട് 40-ാമത്തെ പേജിലതാ പറയുന്നു, ഇക്കാലത്ത് സ്ത്രീകൾ 40-ാമത്തെ പേജ് എഴുതി വെച്ചോ. ആദ്യത്തെ പേജ്, ആദ്യത്തെ ആമറ കൊണ്ട് വായിച്ചു നോക്ക്. ഇതിന്റെ ഏറ്റവും ആദ്യം ഇതാ കാന്തപുരം പുസ്തകം 2 വാക്ക് എന്ന് അദ്ദേഹം വായിക്കാ, 40-ാമത്തെ പേജും വായിക്കാ. അതിൽ കൃത്യമായി പറഞ്ഞു ഇക്കാലത്ത് അനുവദനീയമല്ല, നിരുപാധികം ഹറാമാണെന്ന് വാദമില്ല. ഇത് ഞങ്ങൾ എപ്പോഴും പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു തടയപ്പെടണം. അതുകൊണ്ടാണ് പിടിച്ചു. അതല്ലേ ഇത് ഞങ്ങളെ നേതാവിന്റെ കറാമത്തല്ലേ, അത് പിടിച്ചോളൂ. അതല്ലേ ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ മുബാഹ് വിടൂല. മുബാഹും സുന്നത്തും അങ്ങനെയൊന്നോ കാന്തപുരത്തെ നിങ്ങൾ കൊണ്ടുവരികയോ കഴിയില്ല. ഇത് അബ്ദുൽ ഖാദർ മൗലവിയല്ല, ഞങ്ങളെ നേതാവ് ഒരു കാര്യമായി തന്നെ ശ്രദ്ധിച്ചു. ഇത് അത് പൂർണ്ണമായി ഇപ്പോഴല്ലേ വായിച്ചോ. കാന്തപുരത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചതില്ല എന്നേതായാലും നിങ്ങൾക്ക് വാദമില്ലല്ലോ, നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി ഇക്കാലത്ത് എന്ന് കാന്തപുരം എഴുതി, ഇവിടെ നിങ്ങളുടെ നേതാക്കന്മാർ അതേ കാന്തപുരം തന്നെ എഴുതിയത്. പർദ്ദയുടെ വിധികൾ വന്നതിന് ശേഷം അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളിയിലായിരുന്നാലും അല്ലാതിരുന്നാലും സ്ത്രീ പങ്കെടുക്കൽ ഹറാമാണ്. ഇനിയോ ഇവിടെ തന്നെ കാന്തപുരം എഴുതി വെച്ചത് നോക്കിക്കോ. എന്താ എഴുതിയത്? അതുപോലെ പുരുഷന്മാരുടെ അണിയിൽ ചെന്ന് നിന്നിട്ടല്ലെങ്കിലും ഇക്കാലത്ത് പോകൽ അനുവദനീയമല്ലെന്നാണ് സുന്നികളുടെ വാദം. പർദ്ദയുടെ വിധി അതിനെ കർശനമായി തടയുന്നു എന്നതാണ് കാരണം. എന്ന് കാന്തപുരം എഴുതി. സഹോദരന്റെ കൈ പൊങ്ങുന്നില്ല, തക്ബീർ ചെല്ലണമെന്നുണ്ട്. നിങ്ങളുടെ അനുയായിയുടെ കൈ പോലും പൊങ്ങുന്നില്ല. ദയനീയമായി പോയി. കത്ത് വായിച്ചു, നിങ്ങൾ പുസ്തകം കത്ത് വായിച്ചു. എന്താ? പർദ്ദവിധി കർശനമായി തടയുന്നു അല്ലേ? കർശനമായി തടയുന്നു. അതെപ്പോഴാ? മർക്കസിന്റെ സമ്മേളനത്തിൽ ഇറങ്ങിയതാണോ? പർദ്ദവിധി ഹറാമാണ് എന്നാണ് നിങ്ങളുടെ വാദം. കഴിയില്ല നിങ്ങൾക്ക് തെളിയിക്കാൻ. ഇമാം ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിനും നിങ്ങളുടെ പൂർവിക പണ്ഡിതന്മാരുടെ പിൻബലം പോലും നിങ്ങൾക്കില്ല. ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങളുടെ ചങ്ങല കുലുങ്ങില്ല. അത് റഷീദ് സഖാഫി പത്തപ്പിരിയത്തിന്റെ കയ്യിൽ കിടന്ന് കുലുങ്ങുകയല്ലാതെ അതിന് മേലോട്ട് കുലുങ്ങില്ല എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ബോധ്യപ്പെട്ടു ജനങ്ങൾക്ക്, കുലുങ്ങില്ലാതെ ഇമാം ഷാഫിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ ഇക്കാലം വരെ പറഞ്ഞ ഹറാമാണ് എന്ന വാദം തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഇവിടെ ഇത് കാണുന്ന കേൾക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ.
സമാധാനത്തിന് നല്ലതാണ്. കാന്തപുരത്തും ഉസ്താദിന്റെ ബുക്കിൽ ഇക്കാലത്ത് അനുവദനീയമെന്നാണ് സുന്നികളുടെ വാദമെന്നുണ്ടോ? അതുണ്ടോ? അതാ ഞങ്ങൾ ചോദിച്ചത്. ഇക്കാലത്ത് അനുവദനീയമല്ലെന്നാണ് സുന്നികളുടെ വാദം എന്ന ഒരു വാചകം ഉണ്ടോ ഇല്ലേ? ആദ്യം വായിക്കോ. ആദ്യത്തെ പേജ് നിരുപാധികം ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് ഹറാമാണെന്ന് ഞങ്ങൾക്ക് വാദമില്ല.